ഹായ് പറ. ഹായ്. ഫേസ് കാണിച്ചില്ല. വണ്ടി ഓടിക്കുന്നു. ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവാണ് ഗൈസ്. ഭയങ്കര വെയിലാണ്. വെയിലായോണ്ട് എനിക്കൊന്നും കാണുന്നില്ല. വെളിച്ചം ഭയങ്കര കൂടുതലായോണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതെ ഗൈസ്, രാവിലെ ഭയങ്കര വെളിച്ചമായിരുന്നു. വണ്ടിയിൽ എ സി ഇട്ടിട്ടുണ്ടെങ്കിലും ആ മുഖത്ത് ആ ഒരു വെട്ടം അടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിയുടെ വെയിലാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തൊടുപുഴയിലാണ് നമുക്ക് കല്യാണം ഉള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. എൻ്റെ മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരുടെയും ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അവിടെ എത്തി. നമ്മൾ ഒത്തിരി നേരത്തെ ആയിരുന്നു കേട്ടോ എത്തിയത്. 9:30-ക്കായിരുന്നു കല്യാണം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുമായിരുന്നു. എന്നിട്ട് അകത്തേക്കൊക്കെ കയറാമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു അമ്പലം. മഹാദേവ ക്ഷേത്രമായിരുന്നു കേട്ടോ അത്. എന്നിട്ട് അപ്പം ഞാൻ അവിടെ വെറുതെ നിന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് 2 സ്ലോ മോഷൻ റീൽസ് ഒക്കെ എടുത്തു തരാൻ പറഞ്ഞു. പക്ഷേ ഭയങ്കര വെളിച്ചമായതുകൊണ്ട് ആ റീൽ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അത് ഈ വീഡിയോയിൽ കിടക്കട്ടെ എന്ന്. അപ്പം നമ്മൾ അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ ബ്രൈഡ് വന്നു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ശ്രീലക്ഷ്മി. ഇവളുടെ കല്യാണം കൂടാനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീഡിയോ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഞാൻ പിന്നെ കാണിച്ചു തരാം. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കല്യാണ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായിട്ട് നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അപ്പോൾ അവിടെയാണ് ബാക്കിയുള്ള ഫങ്ഷൻസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ കത്തി വെച്ച് കളിയാക്കിയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരാൾ ഒളിച്ചിരിക്കുന്നതുകൊണ്ടാണ് അവളെയും കൂടെ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. അപ്പോൾ ഇതാണ് കൃഷ്ണേന്ദു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഇവളാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഏറ്റവും വലിയ പ്രചോദനം തന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ അവിടെ ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോഴേക്കും ബ്രൈഡും ഗ്രൂമും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവരുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇവരുടേത് ലവ് മാരേജ് ആണ്. ഇവർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചിരുന്ന അങ്ങനെ റിലേഷൻഷിപ്പിലായ ആൾക്കാരാണ്. പ്രണയിച്ച ആ ഒരു പ്രണയം സക്സസ്ഫുൾ ആവുന്ന കാണുമ്പോൾ നമുക്കും കാണുമ്പോൾ ഒരു സന്തോഷം. എന്നിട്ട് നമ്മൾ അവിടുത്തെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഗൈസ്. ഞാൻ ക്യാമറയിൽ നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ചോറ് വിളമ്പിയത് അത്യാവശ്യം കൂടിപ്പോയി. എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ അവിടെ നിന്ന് കഴിച്ചു. നല്ല സദ്യയും കൂടെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു കരിമ്പിൻ ജ്യൂസ് കണ്ടപ്പോഴത്തേക്ക് അവിടെ നിർത്തി. എന്നിട്ട് കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു. ഉച്ച കഴിഞ്ഞൊരു 2:30 ആയ സമയമായിരുന്നു തോന്നുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ വിജനമായ വഴി, ആരും ഇല്ല കേട്ടോ വഴിയിലൊന്നും. എന്നിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ ഒരു 4-4:30 ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.